ജാതി പറയുന്നവരെ കേമന്മാരായും ജാതി പറയാത്തവരെ മോശക്കാരുമായാണ് ചിലർ കാണുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അധികാരം പ്രധാന ഘടകമാണ്. ഈഴവർ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. അധികാരത്തിൽ നിന്നും ഈഴവർ പിന്തള്ളപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും. ഈഴവ സമുദായക്കാർ ഭൗതികമായി ഏറെ വളരേണ്ടതുണ്ടെന്നും ജാതി പറയുന്നവർ കേമന്മാരായും ജാതി പറയാത്തവർ മോശക്കാരായുമാണ് ചിലർ കാണുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചാരിമൂട് SNDP യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈഴവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല. അധികാരത്തിൽ നിന്നും അവർ പിന്തള്ളപ്പെടുകയാണ്. അധികാരമാണ് ഏറ്റവും പ്രധാന ഘടകമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്നത്തെ സമുദായത്തിലില്ലാത്ത ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഭൗതികമായി നമ്മൾ വളരണോ? ഇന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം 71 കൊല്ലമാണ് ഞാൻ പറഞ്ഞത്. കെട്ടിടത്തിൻ്റെ കിടക്കുന്നത് ഈ പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും നമുക്ക് വാക്കുകളിലൂടെ തുടങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി? അപ്പം അവർ പറഞ്ഞു ജാതി മതായിരുന്നു ഈ മുന്നിൽ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് ഇവിടെ സംവരണ സീറ്റ് ഉണ്ടായതും MLA ആയത്. അപ്പോൾ ചെറു പറയും ഞാൻ എടാ ജാതി പറഞ്ഞവരെല്ലാം കേവലം ജാതി പറയാത്ത നമ്മളെല്ലാം മന്നന് പറയും. അവർ മന്ന നമ്മൾ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ജാതി വ്യവസ്ഥയുള്ള ജാതി പറയുന്ന അഭിമാനമാണ്. ഡോക്ടർ പൽപ്പു എന്താ പറഞ്ഞത്? 72 പേരുകളാണ് പറയുന്നത്. ഞാൻ അഭിമാനം കൊള്ളുന്നതാണ് ഡോക്ടർ പൽപ്പു പറഞ്ഞത്. കാരണം ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട ആ നിയമ നിഷേധമാണ് SNDP ഉണ്ടാകാനുള്ള കാരണം തന്നെ. ഡോക്ടർ പൽപ്പു ജോലി അപേക്ഷിച്ച് ചെല്ലുമ്പോൾ ചോദിച്ചെന്താണ് എൻ്റെ പേരെന്താണ്? ജാതി എന്താണ്? എൻ്റെ പേര് ഡോക്ടർ പൽപ്പു ജാതി കൂടാൻ തെറ്റാണെന്നാണ് കാലഘട്ടം. ആ കൽപ്പനയൊന്നുമില്ല. ഇതുവരെ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ടോ? അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ? പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ? സ്കൂൾ കിട്ടുന്നുണ്ടോ? കോളേജ് കിട്ടുന്നുണ്ടോ? പ്രാതിനിധ്യങ്ങളുണ്ടോ? ജനകീയ പ്രാതിനിധ്യമുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ 70 എത്ര സീറ്റുണ്ട്? ഒരെണ്ണം. ഈ പങ്കിടുകയാണ്. അത് കടാകത്തിൻ്റെ മറ്റൊരു എത്തി. ഇത് മുസ്ലിം ഇങ്ങനെ പങ്കിട്ട് ഉണ്ടെന്നോ? ഇപ്പൊ കുറുക്കൻ അപ്പം പങ്കിട്ട് പോലെ ആലപ്പുഴ കൊണ്ട് ഒന്നാണ്. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ്, MS അരുൺകുമാർ MLA, ഡോക്ടർ AV ആനന്ദരാജ്, അനിൽ P ശ്രീരംഗം, ഗോപൻ ആഞ്ഞിലിപ്ര തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിനകത്തെ വേർതിരിവുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ, അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം വരുന്ന മനുഷ്യനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും നമുക്ക് നേതൃത്വമായി നിന്ന ശ്രീനാരായണ ഗുരുദേവൻ, ലോകത്തിലെ മഹാഗുരു, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളാണ് അടുത്ത 3 ദിവസക്കാലം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.